തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയിഡ് ശസ്ത്രക്രിയക്കിടെ ഗൈഡ് വയർ യുവതിയുടെ നെഞ്ചിൽ കുടുങ്ങിയ സംഭവത്തിൽ വയർ പുറത്തെടുക്കുന്നത് റിസ്ക് എന്ന് വിദഗ്ധർ പറയുന്നു. വയർ പുറത്തെടുക്കാതിരിക്കുന്നതാണ് സുരക്ഷിതമെന്നാണ് വിദഗ്ധ അഭിപ്രായം. സർജറിക്കിടയിൽ രക്തക്കുഴലുകൾ പൊട്ടാൻ സാധ്യതയുണ്ട്. ഇക്കാര്യം സുമയ്യയെ ബോധ്യപ്പെടുത്തും. എന്നാൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ തുടരുന്നു എന്നാണ് സുമയ്യ 24-നോട് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ സർക്കാർ ആശുപത്രിയിൽ പോയത് എനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ സർക്കാർ ആശുപത്രിയിൽ പോയത്. ഇപ്പം എടുത്തു തരാമെന്ന് പറഞ്ഞതിൻ്റെ ഇതിലാണ് ഞാൻ ഇത്രയും എടുക്കാൻ പറ്റുമെന്നാണ് വിശ്വസിച്ചിരുന്നത്. ഇപ്പോഴും എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് 26 വയസ്സേ ആയിട്ടുള്ളൂ. ഇനി മുന്നോട്ട് ഒരുപാട് കാലം ജീവിക്കാനുള്ളതാണ്. എനിക്കൊരു 6 വയസ്സായൊരു മകൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇനി മുന്നോട്ട് എന്തെങ്കിലും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പറ്റിയാലും എനിക്ക് എൻ്റെ കാര്യത്തിന് ആര് ഉത്തരവാദിത്വം വഹിക്കും? ഇല്ല, നമ്മളിതുവരേക്കും അവിടെ നിന്ന് അറിയിച്ചിട്ടില്ല. നമ്മൾ വാർത്തയിൽ കണ്ടതാണ്. സർക്കാർ ആശുപത്രിയിൽ നിന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയതാണ്. ഇത് ഞാനായിട്ട് എൻ്റെ ഉള്ളിൽ വച്ചതല്ല, അവരായിട്ട് ചെയ്തതാണ്. അപ്പം ഇപ്പോഴും ഡോക്ടറിന് മേലെ ഇതുവരേക്കും ഒരു നടപടി എടുത്തിട്ടില്ല. ഇപ്പം ഡോക്ടർ ഇപ്പോഴും തുടർന്ന് സർവീസിലിരിക്കുകയാണ്. ഇപ്പം ഇന്ന് എനിക്ക് പറ്റിയെങ്കിൽ നാളെ ഇതുപോലെ വേറെ ആൾക്കും സംഭവിക്കാം. എന്തായാലും ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. MG പ്രതീഷ് തിരുവനന്തപുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. പ്രതീഷ്, 24-ലൂടെ പുറം ലോകം അറിഞ്ഞൊരു വാർത്തയാണ്. അതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരം ഈ അതിസങ്കീർണമാണ് ഈ ഗൈഡ് വെയർ പുറത്തേക്ക് എടുക്കുക എന്നുള്ളത്. അതിൽ വിദഗ്ധ അഭിപ്രായം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. സുമയ്യ പറയുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നാണ്. 2 കാര്യങ്ങൾ സുമയ്യ സൂചിപ്പിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അത് ഞാനായിട്ടുണ്ടാക്കിയതല്ലല്ലോ, ഇത് സർക്കാർ ആശുപത്രിയിൽ സംഭവിച്ചതാണ്, അതിന് മറുപടി പറയേണ്ടത് അവരാണ് എന്ന് പറയുന്നു. 2, ആ ഡോക്ടർക്കെതിരെ ഇപ്പോഴും നടപടിയൊന്നും എടുത്തിട്ടില്ല. ഈ ഗൈഡ് വെയർ പുറത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ടല്ലോ, അത് മാത്രമല്ലല്ലോ ആവശ്യം, നടപടി ഡോക്ടർക്കെതിരെ ഉണ്ടാകാത്തത് എന്താണ് എന്ന ചോദ്യം കൂടി സുമയ്യ ഉന്നയിക്കുന്നുണ്ടല്ലോ പ്രതീഷ്. പ്രജിൻ, തീർച്ചയായും. കാരണം ഒരു സംസ്ഥാനത്തെ സർക്കാർ സംവിധാനത്തെ വിശ്വസിച്ചാണ് ചികിത്സയ്ക്ക് സുമയ്യ ആശുപത്രിയിലെത്തിയത്. അവിടെ ഗുരുതരമായ പിഴവ് ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതിന് സുമയ്യ ഇരയാവുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും സുമയ്യയ്ക്ക് നീതി ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗമാണ് ഈ ഗൈഡ് വെയർ പുറത്തെടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് പുറത്തെടുത്താൽ അത് സുമയ്യയുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നുള്ള ഒരു നിഗമനത്തിലെത്തിയത്. ഇതോടുകൂടി തന്നെയാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിൽ സുമയ്യയും എത്തി നിൽക്കുന്നത്. അല്പസമയം മുമ്പാണ് സുമയ്യ 24-നോട് പ്രതികരിച്ചത്. നിവർത്തികേട് കൊണ്ടാണ് താൻ സർക്കാർ ആശുപത്രിയിൽ പോയത്. തനിക്ക് 26 വയസ്സ് മാത്രമാണ് പ്രായം. 6 വയസ്സുള്ള ഒരു മകനുണ്ട്. താൻ എന്ത് ചെയ്യണമെന്ന് തനിക്ക് ഇനി അറിയില്ല. ഈ ഗൈഡ് വെയർ പുറത്തെടുത്ത് ഈ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ആകാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു തനിക്ക് ഇതുവരെ ഉണ്ടായിരുന്നത് എന്നതായിരുന്നു സുമയ്യ പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ മെഡിക്കൽ ബോർഡ് തീരുമാനം ആ പ്രതീക്ഷകളൊക്കെ തന്നെ അവസാനിപ്പിച്ചുകൊണ്ടാണ് ആ തീരുമാനം വന്നിട്ടുള്ളത്. വലിയ ആശങ്കയിലാണ് സുമയ്യ നിലനിൽക്കുന്നത്. ഇപ്പോഴും ഈ ശാരീരിക പ്രശ്നങ്ങളുണ്ട്. ഈ ഗൈഡ് വെയർ ഈ നെഞ്ചിൽ തുടരുന്നത് കൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്നതായിരുന്നു ഈ മെഡിക്കൽ ബോർഡിന്റെയും ഡോക്ടർമാരുടെയും വാദം. പക്ഷേ ഇപ്പോഴും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് നടക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നതാണ് സുമയ്യ പ്രധാനമായും പ്രതികരിച്ചത്. മറ്റൊന്ന്, നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചത് തന്നെയാണ്, ഇത്രത്തോളം ഗുരുതരമായൊരു പിഴവുണ്ടായിട്ടും ആ ഡോക്ടർക്കെതിരെ സർക്കാർ എന്ത് നടപടി എടുത്തു എന്നതാണ്. ഈ സുമയ്യ ഈ പ്രതികരണം നടത്തുന്ന ഈ ദിവസവും ആ ഗുരുതരമായ വീഴ്ച വരുത്തിയ ഡോക്ടർ സർക്കാർ സർവീസിൽ തുടരുകയാണ്. മറ്റ് രോഗികൾക്ക് ചികിത്സ നൽകുകയാണ്. തനിക്ക് ഉണ്ടായ ഒരു അവസ്ഥ മറ്റൊരാൾക്കും ഉണ്ടാകരുത് എന്ന് കൂടി സുമയ്യ പറയുന്നു. പക്ഷെ അപ്പോഴും മാതൃകാപരമായ ഒരു നടപടി വീഴ്ച വരുത്തിയവർക്കെതിരെ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. പോലീസിനുൾപ്പെടെ പരാതി നൽകിയിട്ട് അക്കാര്യത്തിലും മറ്റ് തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതിഷേധത്തിൽ തന്നെയാണ് സുമയ്യ. ഈ സർക്കാരിൽ നിന്ന് അനുകൂല നിലപാട് ഇനി ഉണ്ടായില്ലെങ്കിൽ കടുത്ത ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ നിലപാടുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെയും തീരുമാനം. ഒരുപക്ഷെ സമരം ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലേക്കും കുടുംബം തിരിഞ്ഞേക്കാമെന്നുള്ള ഒരു സൂചനയാണ് പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.